Good morning. Good morning. Okay. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ ആയിരുന്നു, ചാപ്റ്റർ 7 ഡയറ്ററി സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? എല്ലാവരും ഒക്കെ വായിച്ചു നോക്കിയോ? റീഡ് ചെയ്തായിരുന്നോ? അതിന്റെ ആൻസർ ഇല്ലല്ലോ. റീഡ് ചെയ്തോ? യെസ്, അഭിരാമി തമ്പട്ടിട്ടുണ്ട്. അഭിരാമി മാത്രമാണോ ക്ലാസ്സിൽ വായിച്ചുള്ളൂ? ആര്യ, സൗമ്യ, ദൃശ്യ, അനീഷ ഒക്കെ അയച്ചിട്ടുണ്ട്. യെസ്, ആഷ്ലി. ഓക്കെ, അപ്പൊ നമ്മള് ഡയറ്ററി സർവീസാ പറഞ്ഞത്. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ഒക്കെ ഡിസീസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ നേച്ചർ, രോഗത്തിന്റെ സ്വഭാവം ഒക്കെ നോക്കിയിട്ട് ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് അല്ലെ? ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു, പോയിന്റ്സുകൾ. ഒബ്ജക്റ്റീവ്സ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഏതൊക്കെയായിരുന്നു? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡിലീഷ്യസ് രുചികരമായിട്ടുള്ള, ആരോഗ്യപ്രദമായിട്ടുള്ള നല്ല മീല് പ്രൊവൈഡ് ചെയ്യുക. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, then calculating calorie needs and nutritional care planning, then personalized nutrition assistant for patient, personalized individual nutrition assistant കൊടുക്കുന്നുണ്ട്. പിന്നെ OP, IP ഡയറ്റ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റീസ്, ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള ഒരു ട്രെയിനിങ്, പരിശീലനം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? അത്രയും കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നിർത്തിയത്? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ ideally skilled in implementing and altering good routines of an individual or population. Dietitian എന്ന് പറഞ്ഞ ആരാണ്? Dietitians are health professional. Dietitians എന്ന് പറഞ്ഞ ഒരു ആരോഗ്യ വിദഗ്ധരാണ്. Ideally skilled in implementing and altering. Implement ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ആൻഡ് ഓൾട്ടറിങ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, ചേഞ്ച്, മാറ്റം വരുത്തുക. ഗുഡ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വലിന്റെയൊക്കെ ഡെയിലി നല്ല റുട്ടീനില് എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനോ ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫുഡ് റുട്ടീൻ ഉണ്ടാവുമല്ലോ, അതിലിപ്പോ നമ്മുടെ ആ ഒരു ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലിപ്പോ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ കൂടുതലുള്ള ന്യൂട്രിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് മാറ്റം വരുത്താം. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക കേട്ടോ. അതിനകത്ത് നമ്മള് എന്താ പറയാ, അതിനകത്ത് അല്ലെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ അതായത് പറഞ്ഞേക്കുന്നത് നമ്മുടെ റുട്ടീൻ ഇല്ലേ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്, അതില് നമ്മൾ എന്തെങ്കിലും, അപ്പൊ നമ്മൾ ആ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് അതില് നമ്മൾ കഴിക്കുന്ന ഫുഡില് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താനോ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തില് റുട്ടീനിൽ എന്തെങ്കിലും കുറവുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്യാനോ ഒക്കെ ആ റുട്ടീനിൽ ഉൾപ്പെടുത്താനോ ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്.
Okay, our health professional ideally skilled in implementing and altering good routine of an individual or population. ഒരു പോപ്പുലേഷന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ നല്ല റുട്ടീൻ നടപ്പിലാക്കുന്നതിനും അതിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനും സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അപ്പൊ നമ്മുടെ ആ നല്ലൊരു റുട്ടീൻ നടപ്പിലാക്കാനും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ആ റുട്ടീനിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലും ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇങ്ങനെ ചോദിക്കാം, ദ ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒന്ന് ചോദിക്കാം, എന്നിട്ട് അവിടെ ഓപ്ഷൻസും തരാം. ആരാ? ഡയറ്റീഷ്യൻ. അണ്ടർലൈൻ ചെയ്തിടാം. എ ഡയറ്റീഷ്യൻ ഈസ് ദ വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഓർ അതർ ഡയറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് ഇൻ ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, other establishment and for workers in particular sectors. എന്താ പറഞ്ഞേക്കുന്ന ഇവിടെ? നമ്മളൊരു ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനം തന്നെ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ആ മേഖലകളിലുള്ള ഒരു തൊഴിലാളികള് അവയിലെ അതിലൊക്കെ ഉള്ള ആ പർട്ടിക്കുലർ സെക്ടറിലുള്ള ആ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയുള്ള ഒരു തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് ഭക്ഷണക്രമം തയ്യാറാക്കുന്നത് നിയന്ത്രിക്കുന്നു. ഡയറ്റീഷ്യൻ is the one who manages the preparation of therapeutic or other diet. എന്താ പറഞ്ഞ ചികിത്സാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മള് റുട്ടീന്റെ ഭാഗമായിട്ടുള്ളത് ഓർ അതർ ഡയറ്റ് ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതൊക്കെ ഒരു ഹോസ്പിറ്റലുകൾക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലോ ഉള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ ഒക്കെ വേണ്ടി ഒരു ചികിത്സാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരാളാണ്. മാനേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെയോ. അതൊരു സെന്റൻസ് ഒന്ന് നോക്കിയേ. A dietitian is the one who manages the preparation of therapeutic or other diet for individual or groups in hospitals, institution, other establishment and for workers in particular sector. എന്ന് പറഞ്ഞേക്കുന്ന ഇവിടെ ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റുള്ള സ്ഥാപനങ്ങള് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് മറ്റു സ്ഥാപനങ്ങളിലുള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികള് അവിടെയുള്ള ആ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുന്നത് നിയന്ത്രിക്കുന്നു മാനേജ് ചെയ്യുന്ന ആളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ അവിടുത്തെ ആ പർട്ടിക്കുലർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഒക്കെ ഡയറ്റ് ഭക്ഷണക്രമവും അതിന്റെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുക. അപ്പൊ അതായത് നമ്മുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഭക്ഷണക്രമം ഒക്കെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. നോക്കിയേ നെക്സ്റ്റ് അത് നോക്കിയേ. ഹി instruct in selection and proper preparation of food as per dietetic principles, discharges dietitian in particular sector അവിടെ അത് കഴിഞ്ഞ് കോമയാണ് കേട്ടോ. Instruct in selection and proper preparation of food as per dietetic principle, discharges duties connected with the nutrition program and maybe പ്രോഗ്രാം വരെ നോക്കട്ടോ. അത് അടുത്ത സെന്റൻസ് ആയിട്ട് പറയാം. ഇത് ഒരൊറ്റ സെന്റൻസ് ആയിട്ട് തന്നേക്കണേ. അപ്പൊ നമുക്ക് കുഞ്ഞിതാക്കി പറയാം. ഓക്കെ, അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? കോമ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡയറ്റീഷ്യൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ
ഫോം കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഭക്ഷണ തത്വങ്ങള് ഡയറ്റീഷ്യൻ ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനും അതിനെ തയ്യാറാക്കുന്നതും നിർദ്ദേശിക്കുന്നു. ഇൻസ്ട്രക്ട് ചെയ്യാം, ഇൻസ്ട്രക്ട് നിർദ്ദേശിക്കുക. ഇൻ സെലക്ഷൻ അപ്പൊ ഡയറ്റീഷ്യൻ ആണ് നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫുഡൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആ ഫുഡില് ഉൾപ്പെടുത്തണം എന്നൊക്കെ ആ ഒരു നിർദ്ദേശം നൽകുന്നത് ആരാണ്? ഡയറ്റീഷ്യനാണ്. ഡയറ്റീഷ്യൻ ആ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനും തയ്യാറാക്കുന്നതും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇനി അടുത്ത് പറഞ്ഞേക്ക് നോക്കിയേ. ആൻഡ് മേ ബി ലേബിൾ. ലേബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യതയുണ്ട്. ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ പേരില് ഈ ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ആളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒക്കെ പേരില് ഭക്ഷണം പർച്ചേസ് ചെയ്യാൻ ഒരു ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ. ഇപ്പൊ ഡയറ്റീഷ്യനെ കുറിച്ച് 2-3 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത്. ആ ഡിസ്ചാർജസ് എന്ന് വെച്ചാൽ നിർവഹിക്കുക എന്നുള്ളതാട്ടോ. നിർവഹിക്കുക, ഡിസ്ചാർജസ്, അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചത്. ഇൻസ്ട്രക്ട് അറിയാലോ. ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശിക്കുക. ഇൻസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. ലേബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യതയുള്ള. അപ്പൊ ഒരു പാരഗ്രാഫിൽ മൊത്തം ഡയറ്റീഷ്യനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. കുഞ്ഞു സെന്റൻസ് ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ഫസ്റ്റ് ലൈൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. അവിടെ ചോദിക്കും, ആ സെന്റൻസ് തന്നിട്ട് അത് ആരാന്ന് ചോദിക്കും. ഡയറ്റീഷ്യനാണ്. ഡിസ്ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ നിർവഹിക്കുക. ഡിസ്ചാർജ് നിർവഹിക്കുക. ഡിസ്ചാർജസ് ഡ്യൂട്ടീസ്, അവിടുത്തെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നു. അതായത് നമ്മൾ ന്യൂട്രീഷൻ പ്രോഗ്രാം, ഈ ഒരു പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി, ചുമതലകള് നിർവഹിക്കുന്ന ആളാണ്. ഈ ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം. പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകള് നിർവഹിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറഞ്ഞതിനെ? ആൻഡ് മേ ബി ലേബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരില് ഒരു ഫുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത്. ലേബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യത. ഇതൊക്കെ ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടീസിലൊക്കെ വരുന്ന ആള്. അദ്ദേഹത്തിന്റെ ഡയറ്റീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ നമ്മുടെ ഡയറ്റീഷ്യൻ ആരാന്നുള്ളതാണ് ആ സെന്റൻസ് കിടക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്ന? ഡയറ്റീഷ്യൻ ചികിത്സാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒക്കെ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് നിയന്ത്രിക്കുന്ന ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫുഡ് സെലക്ട് ചെയ്യാനായിട്ട്, ഭക്ഷണക്രമം തെരഞ്ഞെടുക്കുന്നതിനും അത് പ്രിപ്പയർ ചെയ്യുന്നതിനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഈ ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാം, അതായത് പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് നിർവഹിക്കുന്നു. പിന്നെ അടുത്തത് ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുഞ്ഞു കാര്യങ്ങളാണ് അതിനകത്ത് തന്നേക്കുന്നത്. വലിയൊരു സെന്റൻസ് ആയിട്ട് കോമിറ്റ് തന്നേക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇനി ആ ഒരു പാരഗ്രാഫ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാണല്ലോ കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഒരു പ്രാധാന്യം? A healthy lifestyle can be obtained by sustaining എന്ന് പറഞ്ഞാൽ നിലനിർത്തുക.
sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അപ്പൊ നമുക്കൊരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? എങ്ങനെയാ? സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു ബാലൻസ് ഡയറ്റിലൂടെ നമുക്ക് ഒരു നല്ലൊരു ജീവിതം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു കൺട്രോളും ഇല്ലാതെ കുറെ ഫുഡൊക്കെ വാരി വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഒരു ജീവിതം, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമോ? നമ്മൾ എന്താ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ? ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എന്നാൽ നമ്മുടെ ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ നിലനിർത്തുവാണെങ്കിൽ നമുക്ക് എന്താ ഒരു നല്ലൊരു ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ പറ്റും. എന്നുവെച്ചാൽ ഒരുപാടൊക്കെ വലിച്ചു വാരിയ കഴിക്കുന്ന പൊണ്ണക്കടി ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും അസുഖങ്ങളായിരിക്കും അല്ലെ? അവർക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് എന്താ പറയാ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നേടിയെടുക്കാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ട് ആൻഡ് കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയന്റ് നീഡഡ് ബൈ ദ ബോഡി. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകഘടകങ്ങളും നിറവേറ്റുന്നത് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? അതും നമ്മൾ സംരക്ഷിക്കണം. നമ്മള് കുറെ ഫുഡ് വലിച്ചു വാരി കഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഭക്ഷണക്രമം കീപ്പ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം ആ സെന്റൻസ്. A healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാൻ പറ്റും. അവിടെ ബാലൻസ്ഡ് ഡയറ്റ് എന്നുണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള് നമുക്ക് അതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് 7 കമ്പോണൻസ് ഉണ്ട് ശരിക്കും ബാലൻസ്ഡ് ഡയറ്റിന്. അത് ഇതിനകത്ത് പറയണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതാണൊന്ന്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതിൽ ബാലൻസ്ഡ് ഡയറ്റിൽ 7 കമ്പോണൻസ് ഉള്ളത്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ, വാട്ടർ. ഇതെല്ലാം നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു ഫുഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുക ഭക്ഷണക്രമമാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയ്റ്റ് and lower the risk of chronic disease like diabetes, cardiovascular and other type of cancer. ഒരു നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് എന്ത് സഹായിക്കും? ഹെൽപ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയ്റ്റ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ. ഒരു നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് എന്ത് സഹായിക്കും? നമ്മുടെ ബോഡി വെയ്റ്റ് നോർമൽ ആക്കി നിർത്താൻ സഹായിക്കും. ഓക്കെ, നമ്മള് നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്താൻ പറ്റും. നമ്മൾ പറയില്ല ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം. ചിലർ നമ്മൾ പറയും ഭയങ്കര വണ്ണായിരിക്കും, ചിലർ എന്നാൽ വളരെ ക്ഷീണിച്ചിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മുടെ ഭക്ഷണത്തില് നമ്മൾ അതൊക്കെ ഡയറ്റീഷ്യന്റെ ഒക്കെ നമുക്ക് അദ്ദേഹത്തെ കണ്ട് നമുക്ക് ബാലൻസ്ഡ് മീൽ പ്ലാൻ
നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഡയറ്റീഷ്യനൊക്കെ നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ അഡ്വൈസ് അനുസരിച്ച് നമുക്കൊരു നല്ലൊരു മീൽ പ്ലാൻ ഒക്കെ നമ്മൾ റെഡിയാക്കി നമ്മൾ അങ്ങനെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒത്തിരി കൂടില്ല നമുക്ക്, അല്ലെങ്കിൽ ഒത്തിരി കുറയുമില്ല, ഒരു നോർമൽ ആക്കി നമുക്ക് നിർത്താനായിട്ട് പറ്റും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്, വിട്ട് മാറാത്ത രോഗങ്ങളില്ലേ, ലൈക്ക് ഏതൊക്കെയാ, ഡയബറ്റീസ്. ചിലര് ഇപ്പൊ മിക്ക വീടുകളിലും ഉണ്ട് അല്ലെ, ഡയബറ്റീസ് പേഷ്യന്റ് ഇല്ലാത്തവരുണ്ടോ? പ്രമേഹം അല്ലെ, ഒരു ഇച്ചിരി ഏജ് എന്നല്ല, ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പൊ ഉണ്ട്. എങ്കിലും നമുക്ക് എന്താ പറയാ, ഒരു ഇച്ചിരി ഏജ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡയബറ്റീസ് ആയി, പ്രമേഹം. പിന്നെ മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലെ. നമ്മൾ അതൊക്കെ എന്താ ശരിക്കും നമ്മുടെയൊക്കെ ഒരു ഫുഡിന്റെ ഇതുകൊണ്ടും പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. എങ്കിലും നമ്മളൊക്കെ ഓവറായിട്ടൊക്കെ മധുരമൊക്കെ ഒരുപാടൊക്കെ വാരി വലിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയബറ്റീസ് വരാം, പ്രമേഹം വരാം. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, ഇങ്ങനെ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ച്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമലാക്കി നിർത്താനും, ഇതുപോലെ വിട്ടുമാറാത്ത രോഗങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്, ഡയബറ്റീസ് പറഞ്ഞിട്ടുണ്ട്, കാർഡിയോ വാസ്കുലർ എന്നുവെച്ചാൽ ഹൃദയ ധമനികളില് ഇങ്ങനെ ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഹൃദയ ധമനികള്, ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, എന്താ പറഞ്ഞേക്കുന്നത്, മറ്റു തരത്തിലുള്ള ക്യാൻസർ, അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള റിസ്ക്, അതിന്റെ അപകട സാധ്യത നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പൊ നല്ലൊരു മീൽ പ്ലാൻ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്താനും, ഒരു നമുക്ക് ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസ്, വിട്ടുമാറാത്ത രോഗങ്ങള്, അതിന്റെ ഒരു സാധ്യത നമുക്ക് കുറയ്ക്കാനും ഒരു നല്ലൊരു മീൽ പ്ലാനിലൂടെ നമുക്ക് സഹായിക്കും. മീൽ പ്ലാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കുടെയൊക്കെ ബോഡി ഓവർ വെയിറ്റ് ഉള്ളവരുണ്ടോ? അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ചിരിക്കണോ? നമ്മൾ ചിലർ കാണുമ്പോൾ നമ്മൾ അയ്യോ എന്തൊരു വെള്ളം, നമുക്ക് നടക്കാൻ പറ്റില്ല, അവർക്കുള്ള ബുദ്ധിമുട്ട് അവർക്ക് അറിയുള്ളൂ. നമ്മള് ചിലർക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഇപ്പത്തെ ജനറേഷൻ എല്ലാവരും ഒക്കെ അല്ലെ കുറച്ചും കൂടി സ്ലിം ആയിട്ട് നമ്മൾ എന്താ പറയാ ഒരു നോർമൽ ആക്കി കൊണ്ടുപോകണതാണ്. കുറച്ചും കൂടിയൊക്കെ ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ട് നമുക്ക് അല്ലെ. നമ്മളെ ഫുഡ് ആണെങ്കിലും ഒക്കെ നമ്മളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഒരു ഇത്തിരി ഏജ് നമ്മളിപ്പോ ഈ നമ്മൾ ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി രോഗങ്ങളുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഇച്ചിരി ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രോഗങ്ങളിലെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. പണ്ടൊന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. നിങ്ങളുടെ അച്ചാച്ചൻ അച്ചാമ്മയ്ക്കൊക്കെ നോക്കിയേ, ഇപ്പോഴും അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ടാ? അവര് അന്ന് കഴിച്ച അവർക്കുടെ നല്ല ഭക്ഷണക്രമം കൊണ്ടാണ്. തൈറോയിഡ് ഉള്ളത്, തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെയിറ്റ് വരാട്ടെ, അത് ആ രോഗത്തിന്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നാലും നമ്മളത് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, തൈറോയിഡിന് മരുന്ന് കഴിക്കില്ലേ, നിർത്താൻ പാടില്ലല്ലോ, അത് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. അല്ലാതെ ഞാൻ പറഞ്ഞ ചിലരിങ്ങനെ ഭക്ഷണം കുറേ ഇരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഓവർ വെയിറ്റ് വയ്ക്കുന്ന ആളുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മുടെ അച്ചാച്ചനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് അവർക്കൊന്നും അധികം അസുഖങ്ങളില്ല. എന്ന് വെച്ചാൽ അവരെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത്, അവരുണ്ടാക്കിയെടുത്ത ഭക്ഷണം, അല്ലെങ്കിൽ കപ്പ ചേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊക്കെ ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡാണ്. എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഭക്ഷണം മതി, അത് നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്കും വീട്ടിലുണ്ടാക്കണ്ട, അതിനോടാ താല്പര്യം. ചിക്കനും മീനൊന്നും ഇല്ലാതെ ആരും ഭക്ഷണം കഴിക്കില്ല, പച്ചക്കറിയൊക്കെ ഇപ്പൊ വളരെ കുറവാണല്ലേ. അപ്പൊ നമ്മുടെ ഭക്ഷണക്രമം ശരിക്കും പണ്ടുള്ളതിന് വെച്ചിട്ട് ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എന്തുണ്ട്, രോഗങ്ങളുണ്ട്. എന്നും വറുത്തതും പൊരിച്ചൊക്കെ കഴിക്കുന്ന കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാരില്ല, കുറെ ആളുകൾക്കുണ്ട് കൊളസ്ട്രോള്, ബ്ലോക്ക് അല്ലെ. പണ്ടൊന്നും ഇത്രയൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അറ്റാക്കൊക്കെ നോക്കി, ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മള് ഇപ്പൊ ഓരോ ദിവസം ജനതോറും കൂടി അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുക. പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണത്തില് വന്ന ഒരു മാറ്റം കൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ടൊക്കെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം, വെജിറ്റബിളുകൾ കഴിക്കണം.
പിന്നെ പെസ്റ്റിസൈഡ് അതാ പറഞ്ഞേ. ഇപ്പൊ നമ്മളൊന്നും വീട്ടിലുണ്ടാക്കാനുള്ള ആർക്ക് സമയമില്ല. പണ്ട് നമ്മുടെ വീട്ടിലിടുന്ന അപ്പൊ നമ്മൾ വല്ല ചാരോ ചാണകോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ അതിന്റെ വളവും ഇതൊക്കെ ആയിട്ട് ഇടുന്നത്. ഇപ്പൊ നമ്മള് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ വളമൊക്കെ ആണെങ്കിലൊക്കെ ഇടുന്നത്. പിന്നെ മരുന്നുകൾ കീടങ്ങളെയൊക്കെ തടിക്കാനായി നിയന്ത്രിക്കാം. അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് വിഷമുള്ള ഇതാണ് ശരിക്കും പച്ചക്കറി. അതാണ് നന്നായിട്ടൊക്കെ കഴുകൂല്ലേ. ചിലര് ഉപ്പുവെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കുക, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലൊക്കെ കുറച്ചു നേരം മുക്കി വെച്ചിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇന്ന് മുതലൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മള് എന്തായാലും ഈ ഒരു ചാപ്റ്റർ പഠിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എന്തായാലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ കൊടപ്പന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഫൈബർ കൂടുതലുള്ളത്, ഈ പിണ്ടി, കൊടപ്പൻ, പിന്നെ നമ്മളെ ഇലക്കറികള് ഇങ്ങനെയുള്ളതൊക്കെ എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മള് ഇത് വേണം. സൂപ്പർ ചാപ്റ്റർ ആണ്. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ നമ്മള് ഫിഷൊക്കെ കഴിക്കണം. ചെറിയ ചെറിയ മീനുകളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ നല്ല കാൽസ്യം ഒക്കെ ഉള്ളതാണ് അത്. പിന്നെ എന്ന് വെച്ചാൽ ചിക്കൻ ഒഴിവാക്കാനല്ല പറഞ്ഞേക്കുന്നത്, അതും വേണം. എങ്കിലും ഇത് നമ്മൾ പച്ചക്കറി കൂടുതൽ പിള്ളേർക്കാണെങ്കിലും നമ്മൾ അവരെ അതും ഒന്ന് ശീലിപ്പിക്കണം കേട്ടോ. പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കാൻ. ഇപ്പൊ പിള്ളേർക്ക് ചിക്കൻ ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും ചോറ്. എന്നും ചിക്കൻ അത് കറി വെച്ചാൽ പോരാ, അത് വറുത്ത് തന്നെ വേണം. അപ്പൊ ആ ശീലങ്ങള് നമ്മള് അമ്മമാര് ഒക്കെയാണ്. അപ്പൊ വീട്ടിലിരുന്ന് നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പച്ചക്കറിയും കൂടി കൊടുത്ത് അവരെ ശീലിപ്പിക്കുക. അപ്പൊ അവർക്ക് നല്ലൊരു ആരോഗ്യം കിട്ടും. ഓക്കെ. ബേക്കറി ഒക്കെ നമ്മൾ ബേക്കറി ഐറ്റം അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വറുത്തതായിരിക്കും. എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ വീട്ടിലിപ്പോ അതേ ചിപ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ സമയം കണ്ടെത്തി നമ്മൾ വീട്ടിലിപ്പോ കുറച്ച് കായ മേടിച്ചാൽ പോരെ. കായ വറുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുറച്ച് കിഴങ്ങ് മേടിച്ചാൽ കപ്പ് വറുത്ത് ഉണ്ടാക്കാം. പിള്ളേരെ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലം നമ്മൾ ശീലിപ്പിക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ പോകാം നമുക്ക്, അല്ലാതെ സ്ഥിരമായിട്ടൊക്കെ പുറത്തു നിന്നൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നമ്മൾ അവരെ ഒന്ന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ എന്ത് ഫുഡാ വേണ്ടേ, എനിക്ക് എന്താ വേണ്ട, അമ്മ ഉണ്ടാക്കി തരാം എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ തന്നെ. അപ്പൊ നമുക്ക് പേടിക്കണ്ട, അവർക്ക് നല്ലൊരു ആരോഗ്യം അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഏതാണ്? പലതരത്തിലുള്ള ഡയറ്റുകളാണ്. ഇതിനകത്ത് ഡീറ്റെയിൽ ഒന്നുമില്ല, പക്ഷെ ഓരോ സെന്റൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് ഏത് ടൈപ്പ് ഡയറ്റിൽ വരികയെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. എക്സാമ്പിൾ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. പലതരത്തിലുള്ള ഡയറ്റുകൾ ഏതൊക്കെയാണ്? കാർഡിയാക് ഡയറ്റ്. അപ്പൊ അതറിയാലോ. കാർഡിയാക് എന്താ? ഹൃദയ സംബന്ധമായിട്ട്, അതായത് നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് ഡയറ്റ് ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള ഭക്ഷണക്രമം. ഓക്കെ. ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണക്രമം എന്താ? കാർഡിയാക് ഡയറ്റ് aim to reduce the risk of cardiovascular disease. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ആ രോഗങ്ങളെയൊക്കെ കുറയ്ക്കുക, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. Is also known as heart healthy diet, and it focus on reducing sodium, fat and cholesterol. ഇതൊക്കെ കുറയ്ക്കാം. സോഡിയത്തിന്റെ അളവ്, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റീഷ്യൻസ് നമുക്കുണ്ടല്ലോ, ഹോസ്പിറ്റലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ട് അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡൊക്കെ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അവരെ പോയി നമുക്ക് വേണമെങ്കിൽ കാണാം. ട്രീറ്റ്മെന്റിന്റെ ഭാഗം അല്ലെങ്കിലും നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാണാമല്ലോ. അവർക്കിടെ അതുണ്ട്, സർവീസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. ഓക്കെ. കാർഡിയാക് ഡയറ്റ്. ഇപ്പൊ അങ്ങനെ നമ്മൾ നല്ല ഫ്രൂട്ട്സുകൾ അല്ലെ, ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഒക്കെ കഴിക്കണം. നമ്മൾ ചീര, കോളിഫ്ലവർ, ക്യാരറ്റ് ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണക്രമം. രണ്ടാമത്തെ നോക്കിയേ, റീനൽ ഡയറ്റ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കിഡ്നി ഡയറ്റ്. ഒന്ന് എഴുതി വെച്ച അവിടെ, സ്ലാഷ് ഇട്ട് എഴുതിയാൽ മതി.
കിഡ്നി ഡയറ്റ്. അതായത് നമ്മൾ കിഡ്നീനെ, വൃക്കേനെ സംബന്ധിക്കുന്നത്, അതായത് വൃക്കയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണക്രമം, റീനൽ ഡയറ്റ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ കിഡ്നീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമമാണ്. സോഡിയം, പൊട്ടാസ്യം ഇതിന്റെയൊക്കെ അളവ് കുറയ്ക്കുന്ന, ലോവർ ദ എമൗണ്ട് ഓഫ് സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇതിന്റെയൊക്കെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അതൊക്കെ നമ്മള് എന്താണ് നമ്മള് ഇത്രയും നോക്കുക, എന്താണ് കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ളത്, അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. പ്രൊമോട്ട് കിഡ്നി ഹെൽത്ത് എന്നാണ്. റീനൽ ഡയറ്റ് ഹെൽപ്പ് പ്രൊമോട്ട് കിഡ്നി ഹെൽത്ത്, കിഡ്നിയുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡയറ്റ്, റീനൽ ഡയറ്റ്. ഇനി അടുത്ത നോക്കിയേ, ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് അപ്പൊ എന്താ, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ ദ ഡയറ്റ്. നമ്മുടെ ഭക്ഷണക്രമത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഓക്കെ, നമ്മളിപ്പോ BP ഒക്കെ, നമ്മളെ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലുള്ള ഒരു ഉപ്പ് കുറയ്ക്കാൻ പറയും അല്ലെ, ഉപ്പിന്റെ അംശം കുറയ്ക്കണം, അതായത് അധികം ഉപ്പൊന്നും കഴിക്കാൻ പാടില്ല, പപ്പടം, അച്ചാറ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറയും. BP കൂടുതലാണെങ്കിൽ ഉണക്കമീൻ അതിലൊക്കെ വെച്ചാൽ നമ്മള് ഉപ്പിന്റെ അംശം കൂടുതലുള്ളതാണ്, അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ലോ സോഡിയം ഡയറ്റ്. അതായത് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ ദ ഡയറ്റ്, നമ്മുടെ ഡയറ്റില് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. ഇനി അടുത്ത് നോക്കി, സോഫ്റ്റ് ഡയറ്റ് ആണ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം. എപ്പോഴാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക? എപ്പോഴാ നമ്മള് സർജറി ഒക്കെ കഴിയുമ്പോ ഡോക്ടർ പറയൂലേ, സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോ, ബണ്ണോ അല്ലെങ്കിൽ ഇച്ചിരി ബ്രെഡോ അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയാ സർജറി കഴിഞ്ഞിട്ട്. എന്നിട്ട് പതുക്കെ നമ്മൾ അത് കഴിച്ചു നോക്കിയിട്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അതായത് നമുക്ക് വേഗം എളുപ്പത്തിൽ വിഴുങ്ങാനും പിന്നെ നമുക്ക് വേഗത്തിൽ ദഹിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം, സോഫ്റ്റ് ഇൻ ടെക്സ്ചർ എന്നാണ് സോഫ്റ്റ് ഡയറ്റ്. നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുന്നതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ട്, നമ്മുടെ ഈ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർ പറയും അധികം ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട, ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും. ആ ദഹനക്രമമൊക്കെ ഒന്ന് ഓർഡർ ആവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മള് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് അല്ലെ. സൂപ്പ് ലിക്വിഡ് ഡയറ്റ് വേറെ വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ, സൂപ്പുകളൊക്കെ. സൂപ്പ് കഴിക്കാം, കുഴപ്പമില്ല. സൂപ്പൊക്കെ നമ്മൾ ലിക്വിഡ് ഡയറ്റിൽ വേറെ പറയണ്ടേ ഏഴാമത്തെ. അപ്പൊ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഇൻ ടെക്സ്ചർ, അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ സർജറി കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ അറിയോ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറയോ ഇല്ല അല്ലെ. അപ്പൊ പറയും ലൈറ്റ് ആയിട്ട് ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ, ലൈറ്റ് ആയിട്ടുള്ളത്, അധികം ഹെവി ആയിട്ടുള്ളത് വേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചോളാൻ പറയും. അതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഇൻ ടെക്സ്ചർ and is used after surgery. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, സോഫ്റ്റ് ഇൻ ടെക്സ്ചർ and it is used after surgery. ബട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന ഡയറ്റ് ഏതാന്ന് ചോദിക്കാം. ഏതാ? സോഫ്റ്റ് ഡയറ്റ്. സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം ലോ സോഡിയം ഡയറ്റ്. കിഡ്നിയുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ഇത് റീനൽ ഡയറ്റ്. ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയത്തെ, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഭക്ഷണക്രമം കാർഡിയ ഡയറ്റ്. ഓക്കെ, 4 ക്ലിയർ അല്ലേ? ഓക്കെ, 4 ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, ഡയബറ്റിക് ഡയറ്റ്. അടുത്ത് പറയേണ്ടത് നമ്മളെ പ്രമേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
ഷുഗർ ഇത് നമ്മള് പഞ്ചസാരയൊക്കെ നമ്മൾ അവര് കുറയ്ക്കണം അല്ലെ. ഡയബറ്റിക്സ് പേഷ്യൻസിന് ഡയബറ്റിക് ഡയറ്റ് ഈസ് ഡയറ്റ് ദാറ്റ് യൂസ്ഡ് ടു പീപ്പിൾ വിത്ത് ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രിഫർ ചെയ്യുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ. അപ്പൊ നമ്മള് ബ്ലഡ് ഷുഗർ ലെവല് ഷുഗറിന്റെ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ മധുരമൊക്കെ നമ്മൾ ഒഴിവാക്കണം. മധുരം കുറവുള്ള തരത്തിലുള്ള ഇത്, പിന്നെ റൈസ് ഒക്കെ നമ്മൾ അല്ലെ, പ്രമേഹ രോഗികള് ഡയബറ്റീസ് അവരോട് നമ്മൾ പറയും എല്ലാ നേരവും ചോറൊക്കെ കഴിക്കരുത്, നമ്മൾ റൈസ് കുറച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം. പിന്നെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഗോതമ്പിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയും. അത് പില്ലറ്റ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ എന്താ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്ന നിർദ്ദേശിക്കുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അതായത് ചിലർക്ക് എന്താ പ്രോട്ടീന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അവരുടെ ഡെയിലി റുട്ടീനിൽ പ്രോട്ടീന്റെ അളവ് കുറവാണെങ്കിൽ അവർക്ക് ഏത് ഡയറ്റ് കൊടുക്കും? ഹൈ പ്രോട്ടീൻ ഡയറ്റാ കൊടുക്കുന്നത്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചില പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ബോഡി ബിൽഡിങ്ങില് പ്രോട്ടീന്റെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ നമ്മള് ഈ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിങ്ങനെ വായിക്കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത ആളുകളില്ലേ. അപ്പൊ അത് ലിക്വിഡ് മാത്രം ഒന്നിൽ ട്യൂബിക്കടയോ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കൂലേ. അതായത് നമ്മള് സൂപ്പായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ ട്യൂബിക്കൂടെയൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ളതാണ്, ലിക്വിഡ് ആണ്. അവർക്ക് എന്താ പറഞ്ഞേക്കട്ടെ, നോ സോളിഡ് ഫുഡ് ആൻഡ് കൺസ്യൂം ഒൺലി ലിക്വിഡ് ഫുഡ്. അവർക്ക് അങ്ങനെ ലിക്വിഡ് ഡയറ്റ് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പേഴ്സണ് ഒന്നും സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എല്ലാം ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണമേ അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് സച്ച സൂപ്പ്, ജ്യൂസസ്, ഇതൊക്കെ ലിക്വിഡ് ഡയറ്റിൽ വരുന്നതാണ്. അങ്ങനെ 7 തരത്തിലുള്ള ഡയറ്റ് ഉണ്ട്. ഓക്കെ, 7 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഇനി ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഓക്കെ, ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. It is on the ground floor. That is, the department is preferably എന്ന് വെച്ചാൽ അനുയോജ്യമായ, ഏറ്റവും അഭികാമ്യം. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ, വിച്ച് ഇതിനകത്ത് നമുക്ക് എന്താ dietary department preferably located on dash floor. അങ്ങനെ ചോദിക്കാം. ഏറ്റവും അഭികാമ്യം എവിടെയാ? ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഉണ്ടാവാം, സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഉണ്ടാവാം, പക്ഷെ ഏറ്റവും അഭികാമ്യം എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കാനാണ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്ത എല്ലാവരും. ഓപ്ഷൻ ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കാം, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് എങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആൻസർ എഴുതുക. ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന്. ഏറ്റവും ടോപ്പിലൊക്കെ നമ്മൾ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെച്ച് അവിടെ നിന്ന് നമ്മൾ പല സർവീസുകൾ റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ പറയുന്നുണ്ട്. അതിനകത്ത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഒക്കെ വരുന്നുണ്ട്, ഈ നമ്മളെ ക്യാൻറ്റീനൊക്കെ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന ഫുഡ് കഴിക്കുന്ന ഏറ്റവും ടോപ്പിലൊക്കെ പോയി ഫുഡ് കഴിക്കാം. അതുപോലെ സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ ടോപ്പ് ഫ്ലോറിൽ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ആളുകൾക്ക് വരാനും ഭക്ഷണം കഴിക്കാനും എളുപ്പത്തിനും സാധനങ്ങളൊക്കെ അതിലേക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒത്തിരി ഫുഡ് സാധനങ്ങളൊക്കെ എത്തിക്കണ്ടേ, അതൊക്കെ എത്തിക്കാനും ഒക്കെ എളുപ്പം ഏതാ? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. Okay, the design and the physical facilities of the department have an important on the standard of food service, labor cost and morale of employees. Morale എന്ന് പറഞ്ഞാൽ മനോവീര്യം, മനോവീര്യം എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനിങ്ങിനും, ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യുന്ന പല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് ഇരിക്കണമെന്നില്ല ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പല ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടാം, ഫിസിക്കൽ ഫെസിലിറ്റിയിലൊക്കെ വ്യത്യാസപ്പെടാം.
അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനിങ്ങിലും ഫിസിക്കൽ ഫെസിലിറ്റിയിലും പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡിലും എംപ്ലോയീസിന്റെ മനോവീര്യത്തിനും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ ലോ സോഡിയം ഡയറ്റ്, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് BP ഒക്കെ ഉള്ളവരില്ലേ, BP ഒക്കെ ബ്ലഡ് പ്രഷർ ഒക്കെ വരുന്ന പേഷ്യൻസ് ഇല്ലേ, അവർക്കൊക്കെ നമുക്ക് ലോ സോഡിയം ഡയറ്റ് പറയാം. പിന്നെ അത് എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിലും ലിവർ ഡിസീസ് ഉണ്ടെങ്കിലും ഒക്കെ പറയാം. എങ്കിലും നിങ്ങൾ നമുക്ക് BP കൂടുതലുള്ളവര് അത് നോട്ട് ചെയ്താൽ മതി. BP ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് എന്താ, ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ഉപ്പിന്റെ അംശം കുറയ്ക്കണം. അങ്ങനെയുള്ളവർക്ക് ലോ സോഡിയം ഡയറ്റ് പറയും. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി, പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ്, പിന്നെ ലേബർ കോസ്റ്റ്, പിന്നെ ഈ എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിൽ ഒരു പ്രാധാന്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ ചെല്ലുകയാണ്, വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുകയാണ്. അപ്പൊ നമ്മൾ ചെറിയ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റി, നമുക്ക് ആ സ്റ്റാൻഡേർഡ്, ഫുഡിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ എങ്ങനെയായിരിക്കും? 5 സ്റ്റാർ ഹോട്ടലിന്റെ അത്ര ഉണ്ടാവോ? അത്ര ഉണ്ടാവോ? ഫെസിലിറ്റി നമുക്ക് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും അതെ, ഇപ്പൊ അവിടെ ചെറിയ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ പറഞ്ഞേക്കണേ, ഡിസൈനിങ്ങിലും ഫിസിക്കൽ ഫെസിലിറ്റിയിലും എന്തുണ്ട്, ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡിന് എന്തുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. ലേബർ കോസ്റ്റില്, എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയില് പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ നല്ല ഫെസിലിറ്റിയും ഒക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ലോക്കൽ അല്ലെങ്കിൽ ചെറിയൊരു ഇത് മാത്രം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അത്രേ ഉള്ളൂ. ഓക്കെ, എന്താ ഇതാണെങ്കിലും നമ്മള് ഒരു ഹോസ്പിറ്റലില് ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ 100% ക്ലീൻ ആയിരിക്കും. നല്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ അവിടെ പേഷ്യൻസിനും കൂടി കൊടുക്കാനുള്ള ഭക്ഷണമാണ് അവിടെ റെഡി ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും നല്ല ഹൈജീനിക് ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ സ്റ്റാഫിംഗ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിംഗ്, അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. അപ്പൊ ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ട് ആണ്. മെഡിക്കൽ സൂപ്രണ്ട്, അതിന്റെ തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ ചീഫ് ഡയറ്റീഷ്യന്റെ താഴെ ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. അടുത്തത് സൂപ്പർവൈസർ. ഓക്കെ, അങ്ങനെ ആ ഒരു ഓർഡർ നോക്കി വെക്കാം. ഇതിന് വേറെ ഒന്നും ചോദിക്കില്ല. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയായിരിക്കും ആ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്? ഓക്കെ, അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ അതൊന്ന് ഓർഡർ ഒന്ന് പഠിക്കാം. മെഡിക്കൽ സൂപ്രണ്ട് ഏറ്റവും ടോപ്പില്, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പില് വരുന്ന ആരാ? മെഡിക്കൽ സൂപ്രണ്ട്. തൊട്ടു താഴെ ചീഫ് ഡയറ്റീഷ്യൻ, തൊട്ടു താഴെ ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. ഇനി ആ സൂപ്പർവൈസറിന്റെ അവിടെ 2 സെക്ഷനായിട്ട് തിരിയുന്നുണ്ട്. സൂപ്പർവൈസറിന്റെ താഴെ ഒരു സെക്ഷനിൽ കുക്കാ വരുന്നത്. കുക്ക്, ഭക്ഷണം പാചകം ചെയ്യുന്ന ആള് അല്ലെ, കുക്ക് വരുന്നുണ്ട്. കുക്കിന്റെ താഴെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് കുക്കും വരുന്നുണ്ട്, ഒരു സെക്ഷൻ. ഇനി സൂപ്പർവൈസറിന്റെ വേറൊരു സെക്ഷനില് ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾ, ഫുഡ് ഡെലിവറി ചെയ്യൂലേ, ഓരോരുത്തർക്ക് എത്തിക്കുന്ന ആളുകൾ, ബെയറേഴ്സ്, ഡെലിവറി ചെയ്യുന്ന ആള്. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്ന ആളുകൾ, ക്ലീനേഴ്സ്. അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അത് പറയണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഒന്ന് ഓർഡർ ഒന്ന് നോക്കിക്കൂടെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ഹൂ കംസ് അണ്ടർ സൂപ്പർവൈസർ, അങ്ങനെ ചോദിക്കാം. എന്നിട്ട് ഓപ്ഷൻ തരും. ഇവിടെ ചീഫ് ഡയറ്റീഷ്യൻ, കുക്ക്, ഓൾ ഓഫ് ദം, അങ്ങനെ ചോദിക്കാം. അപ്പൊ ആരാ? സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരാ? കുക്ക് വരുന്നുണ്ട്, അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്, ബെയറേഴ്സ് വരുന്നുണ്ട്, ക്ലീനേഴ്സ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ 4 പേര് സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന. നിങ്ങളൊന്ന് ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓക്കെ,
അല്ലെങ്കിൽ ഇപ്പൊ ഇത് വേണമെങ്കിൽ തരാം, കുക്ക്, അസിസ്റ്റന്റ്, കുക്ക്, ബെയറേഴ്സ്, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞാലും എല്ലാവരും സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെയും ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. ഹു കംസ് അണ്ടർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഹു കംസ് അണ്ടർ ഡയറ്റീഷ്യൻ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം. ഓർഗാനോഗ്രാം കറക്റ്റ് ഓർഡർ ആക്കി പഠിച്ചു വെക്കുക, പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇത് നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനോട് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലേ? മനസ്സിലായി പോകുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. അപ്പൊ ഞാൻ എത്ര പ്രാവശ്യം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ലൈവിൽ ഇരിക്കുന്നവര് എല്ലാവരും ഇത് ക്ലിയർ ആക്കി പോണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? ഇനി അടുത്തത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒപ്പം വായിക്കുകയും ചെയ്യണം. അതൊരിക്കലും മുടക്കരുത്. എല്ലാ ദിവസവും നിങ്ങൾ എടുക്കുന്ന അത്രയും വരെയും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. അത് നിർബന്ധമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യണം. എന്നൊക്കെ ക്ലാസ് വരുന്നുണ്ടോ അന്നെല്ലാം കറക്റ്റ് ആയിട്ട് വായിക്കുക. എന്റെ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വായിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, 4 എണ്ണം വരുന്നുണ്ട്, 4 ടൈപ്സ് വരുന്നുണ്ട്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അടുത്തത് ഡയറ്റ് കൗൺസിലിംഗ്. അടുത്ത് നോക്കിയേ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ആ പേരുകൾ മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ഓരോന്നും ഡീറ്റെയിൽ ഇനി നമുക്ക് പഠിക്കുന്ന ഓരോ ഹെഡിങ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പറയാം. ഏതൊക്കെയാണ് റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്ന? ഏതൊക്കെയാ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നോക്കിയേ, ഫസ്റ്റ് വൺ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് to the patient who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ? ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. ഇത് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിന്റെ ഉള്ളില് കണ്ടോ? അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. ചോദിച്ച ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് ഇവിടെ എഴുതി വെച്ചതാണ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ? ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ. ഇനി അപ്പൊ അതിനകത്ത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ആൻസർ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് ലൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ്, സെയിം ക്വസ്റ്റ്യൻ ഇനി ചോദിക്കാം, റെസ്പോൺസിബിൾ ഫോർ, which department is responsible for the quality and quantity of food supplied in hospital? അതിനകത്ത് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഞാൻ അതൊന്നും കൂടി ഒന്ന് പറയാം. ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്നത് നഴ്സിംഗ് ആയിരുന്നു, ഓപ്ഷൻ ബിയില് അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ സിയില് ഫിനാൻസ്, ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ കറക്റ്റ് ആൻസർ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അങ്ങനെ 4 ഓപ്ഷൻ ആയിരുന്നു കേട്ടോ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. deals with the provision of meals to the patient who are admitted in the hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്ന, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. ഇനി നോക്കിയേ, it should be a balanced diet that provide the sufficient calories considering the type of underlying illness.
any extra nutritional needs and the normal food habit of patient in the state. ഇനി എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? അതെങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു നല്ലൊരു സമീകൃത ആഹാരമായിരിക്കണം. സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറികള് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ രോഗം, അണ്ടർലൈൻ ദ ഇൽനെസ്, നമ്മുടെ രോഗം എന്താണ്, ഇനി നമ്മുടെ നോർമൽ ഫുഡ് ഹാബിറ്റില് ആ ഒരു സ്റ്റേറ്റില് ഇപ്പൊ ആ രോഗം വന്നിട്ടാണല്ലോ നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റില്, പ്രസന്റ് സ്റ്റേറ്റില് നമ്മുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് ഇല്ലേ, ആ ഫുഡ് ഹാബിറ്റില് എന്തെങ്കിലും എക്സ്ട്രാ നീഡ്സ് ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഫുഡ് ഒക്കെ എക്സ്ട്രാ ആവശ്യമുണ്ടോ, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ രോഗത്തിന്റെ ആ തരമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ചെയ്യുന്നത്. രോഗത്തിന്റെ തരം നോക്കും, അണ്ടർലൈങ് ഇൽനെസ്, ഏത് തരത്തിലുള്ള രോഗമാണ്, ഏതൊക്കെ നമുക്ക് പോഷകാഹാരം, ഇനി എക്സ്ട്രാ നമുക്ക് അധികമായിട്ട് ഇനി ഏതൊക്കെയാ വേണ്ടത്, എന്തൊക്കെ പോഷകാഹാരമൊക്കെ വേണ്ടത് എന്നിവയൊക്കെ നമ്മുടെ ആ ഡെയിലി നമ്മുടെ നോർമൽ ഫുഡ് ഹാബിറ്റിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എക്സ്ട്രാ ന്യൂട്രീഷണൽ ആവശ്യമുണ്ട് ആ ഒരു അവസ്ഥയിൽ എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഡയറ്റ് കൗൺസിലിംഗ് can be given as outpatient diet clinic. Outpatient diet ക്ലിനിക്കുകളിലൂടെ നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ് നടത്താം. ഇപ്പൊ നമ്മൾ പുറമെ നമുക്ക് ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകൾ ഉണ്ടല്ലോ, ക്ലിനിക്കിൽ ചെന്ന് ഇപ്പൊ നമ്മൾ ചെന്ന് കണ്ട ഒരു ക്ലിനിഷ്യൻ, ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് നമുക്ക് ഇത് കൊടുക്കാം എന്നാണ്. നമ്മൾ അതെങ്ങനെയാന്ന് നോക്കിയേ, ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്. അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് എങ്ങനെയാ, ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ഡയറ്റ് കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. When the patients are referred by clinician, dietitian to calculate their dietary needs in the view of the body weight. അപ്പൊ എങ്ങനെയാ, നമ്മുടെ ബോഡി വെയിറ്റ് നോക്കും. ഇപ്പൊ നമ്മളൊരു ക്ലിനിഷ്യനെ നമ്മൾ ചെന്ന് കാണുകയാണ്, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കില് നമ്മളൊരു ഡയറ്റീഷ്യനെ നമ്മൾ ചെന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ബോഡിയുടെ വെയിറ്റ് നോക്കും. വ്യൂ ഓഫ് ദ ബോഡി, ബോഡിയുടെ വെയിറ്റ് നോക്കി നമ്മുടെ ശരീരഭാരം നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ നീഡ്, അവിടെക്കുള്ള ഡയറ്ററി നീഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്തൊക്കെ ഇനി ഭക്ഷണങ്ങളാണ് അവർ കഴിക്കേണ്ടത്, അത് വെയിറ്റ് കൂടുതലാണോ വെയിറ്റ് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട്, ഇപ്പൊ വെയിറ്റ് കുറവായിട്ടുള്ളവർക്ക് നോർമലിലേക്ക് നമ്മൾ എത്തിക്കണം അല്ലെ. അടുത്ത വെയിറ്റ് കൂടിയുള്ളവരെ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, നോർമലിലേക്ക് എത്തിക്കണം. അപ്പൊ രണ്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് നമ്മുടെ ഡയറ്ററി നീഡ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് ഡയറ്റീഷ്യൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ബോഡി വെയിറ്റ്, അണ്ടർലൈൻ ഡിസീസ്, അത് കേട്ടോ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ, ഫുഡ് രോഗം നോക്കുന്നുണ്ട്, അണ്ടർലൈൻ ഡിസീസ്, ഫുഡ് ഹാബിറ്റ്, അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. നമ്മളിപ്പോ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന അവൈലബിലിറ്റി, നമ്മുടെ ഫുഡിന്റെ ലഭ്യത എന്ന് പറയുന്നത് അല്ലെ. Availability and the acceptability of various food depending upon the economic condition of each patient. ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ലഭ്യത ഫുഡിന്റെ. ഇപ്പൊ നമ്മൾ നല്ല റിച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നല്ല നല്ല ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് മേടിച്ച് കഴിക്കാൻ പറ്റും അല്ലെ. എക്കണോമിക് കണ്ടീഷൻ നല്ലൊരു സ്ഥിതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മളുടെ ഭക്ഷണത്തിൽ ചിലപ്പോൾ നമ്മുടെ എല്ലാവിധം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല, സാമ്പത്തിക സ്ഥിതി കുറവാണെങ്കിൽ. ഇതൊക്കെ നമ്മൾ എന്താ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞേക്കുന്നത്. Habits, underlying disease, food habits, availability and
Acceptability of various food depending upon the economic condition of the patient. നമ്മുടെ രോഗത്തിന്റെ തരം, ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ അതിന്റെയൊക്കെ ലഭ്യത ഒക്കെ നമുക്ക് എന്താണ് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. Patients are usually given a diet to be followed by them along with a certain food, either to be discarded or to be preferred. Prefer ചെയ്യാന്ന് വെച്ചാൽ മുൻഗണന കൊടുക്കുക. ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു ഡയറ്റ് നിലനിർത്താൻ പറ്റും? Patients are usually given a diet. ഡയറ്റ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? To be followed by them along with a certain food. നമ്മുടെ ചില ഫുഡിന്റെ ഒപ്പം ചിലത് നമുക്കത് ഉപേക്ഷിക്കാം, ഡിസ്കാർഡ് ചെയ്യാം. അല്ലെങ്കിൽ ചില ഫുഡിന് നമുക്ക് പ്രിഫറൻസ് കൊടുത്ത് നമുക്കൊരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. Patients are usually given a diet to be followed by them along with a certain food, either to be discarded or to be preferred. ചില ഫുഡുകൾ ഉപേക്ഷിച്ചോ ചില ഫുഡ് ഐറ്റംസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ നമുക്കൊരു നല്ലൊരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റ് കൗൺസിലിംഗിൽ വരുന്നത്. പിന്നെ അടുത്തത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത് സ്റ്റാഫ് ക്യാൻറ്റീൻ ഇല്ലേ, ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങളാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആർക്കും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അല്ലെ. നമ്മളിപ്പോ പേഷ്യന്റിന് കാണാൻ ചെന്ന് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് അഡ്മിറ്റ് ആവുന്നവർക്ക് മാത്രമല്ല, അതായത് സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. ഇതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. ക്യാൻറ്റീനിൽ പോയിട്ടില്ല എല്ലാവരും? ക്യാൻറ്റീനിൽ പോയിട്ടില്ലേ? ക്യാൻറ്റീനൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഹോസ്പിറ്റലിലെ? ഇതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്. ഇതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നതാണ് സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. പിന്നെ അടുത്ത പ്രൊവിഷൻ ഓഫ് മീൽ, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. അവിടെ നമുക്ക് മീൽസ്, ഊണ് കഴിക്കാം, ടീ, ചായ, സ്നാക്സുകള്, തണുത്ത ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, നൽകുന്നു. പിന്നെ അടുത്ത ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് വ്യക്തികൾ തരുന്നതിനേക്കാളും എങ്ങനെയായിരിക്കും അവിടെ വില? എങ്ങനെയായിരിക്കും? ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ് അല്ലെ. കുറച്ചുകൂടി വില കുറവായിരിക്കും ക്യാൻറ്റീനിൽ. നമ്മൾ പുറമെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ക്യാൻറ്റീനില് എങ്ങനെയായിരിക്കും? ചീപ്പർ ആയിരിക്കും, വില കുറവായിരിക്കും. കുറച്ചുകൂടി ഫുഡിന്റെ ഒക്കെ വില കുറവായിരിക്കും. നല്ല ഫുഡായിരിക്കും, പക്ഷെ അതിന്റെ കോസ്റ്റ് പുറമെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പിന്നെ അടുത്ത് നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഭരണത്തിന്. ആ അഡ്മിനിസ്ട്രേഷന് ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ആ ഫുഡിൽ എന്തെങ്കിലും ഇതുണ്ട്, ക്വാളിറ്റി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അല്ല, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അവിടെ കംപ്ലൈന്റ് പറയാം നമുക്ക്. അപ്പൊ അതിന്റെ ആ ഒരു ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ആരും ഉത്തരവാദിത്തപ്പെട്ടാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാം, can control the quality of the food item. ഈ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നമുക്ക് അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ, സർവീസസ് ക്യാൻ ബി ഗിവൺ ഓഫ് സ്റ്റാഫ് അറ്റൻഡൻസ് വിസിറ്റേഴ്സ്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് സർവീസസ് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് സേവനം കൊടുക്കാം. അറ്റൻഡൻസിന്, വിസിറ്റേഴ്സ്, പേഷ്യൻസിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ, 5 പോയിന്റാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? അത്രയും
സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ രൂപത്തിലുള്ള സേവനങ്ങളായിരിക്കും കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ നൽകാം, മീല്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പ്രൈവറ്റ് പാർട്ടികളിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താണ്, ചീപ്പർ ആയിരിക്കും, വില കുറവായിരിക്കും, കുറച്ചും കൂടി ഭക്ഷണത്തിന്റെ വില കുറവായിരിക്കും. പിന്നെ നമ്മൾ ആ ക്വാളിറ്റി, ഫുഡ് സർവീസിന്റെ ആ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അവര് അതിന് ഉത്തരവാദിത്തപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേഷൻ. അവിടെ ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കണം, പേഷ്യൻസിനൊക്കെ കഴിക്കാനുള്ളതാണ്, അല്ലെ, വിസിറ്റേഴ്സിനൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഫുഡ് അവിടെ കൊടുക്കണം. അപ്പൊ അതിന് ആ ഫുഡിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അടുത്തൊക്കെ സർവീസ് കൊടുക്കാൻ സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ സർവീസസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരും. അടുത്തൊരു ചെറിയതുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. 11:30. ഇനി എന്തെങ്കിലും നമ്മൾ ഇത്രയും പഠിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അധികമൊന്നും നമ്മൾ എടുത്തിട്ടില്ല, കുറച്ച് പോർഷനെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഡയറ്റീഷ്യന്റെ ആ ഒരു ഇത് പറഞ്ഞു, അത് നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും ഡിസീസുകളൊക്കെ വിട്ടുമാറാത്ത രോഗങ്ങളെയൊക്കെ നമുക്ക് അതിന്റെ റിസ്ക് കുറയ്ക്കാനും പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ പലതരത്തിലുള്ള ഡയറ്റ് പറഞ്ഞു. പിന്നെ ലൊക്കേഷൻ, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഓർഗാനോഗ്രാം, അതിന്റെ ഓർഡർ കറക്റ്റ് ചെയ്ത് പഠിക്കുക. റോൾ ഓഫ് ഡയറ്റീഷ്യന്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോ ക്ലാസ് എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും വായിച്ചു വെക്കാം കേട്ടോ.